ഒന്നാമത്തെ ചോദ്യം. നിങ്ങളെ പേരൊന്ന് പറയും. എല്ലാം പറയാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുഖാമുഖം വെച്ചപ്പോ ഇവിടെ ആരെ ചോദിക്കാനുണ്ടോ എന്ന് ലേലം വിളിച്ചിട്ട് ആരും വന്നില്ല. അത് കാരണം ഞാനാണ് ഫസ്റ്റ് ചോദിച്ചത്. ആ ചോദ്യം തന്നെ ഞാൻ ഇന്നും ഇവിടെ ചോദിക്കുമ്പോൾ, ഞാൻ മൂക്കോര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. പൊന്നാനി താലൂക്കിൽ 80% മുജാഹിദ് പ്രവർത്തകരുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. മൂക്കോര എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്റെ പേര് മുഹമ്മദ്. ഞാൻ ചോദിക്കാൻ പോകുന്നു, കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പറഞ്ഞു മറ്റേ ഇവിടെ സഹോദരങ്ങൾ എല്ലാവരും ഇരിക്കണം. വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. നേരത്തെ പറഞ്ഞു പ്രാസംഗികൻ ഇവിടെ മുടി പ്രശ്നം എന്ന് പറഞ്ഞു. മുടി ഒരു സൈഗുന കാസർഗോഡ് തൊട്ടിട്ട് കന്യാകുമാരി വരെ മുടി കൊണ്ടിറങ്ങ്. ഇതിനെ എതിർക്കാൻ ഇവിടെ നിന്നുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാരോ ജമാഅത്ത് പ്രസ്ഥാനക്കാരോ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടില്ല. അതിനെ എതിർത്തത് അതേ ഗ്രൂപ്പിൽപ്പെട്ട EK സുന്നികളാണ് ഇവിടെ ക്ലിപ്പ് ഇട്ടിട്ടും ഓരോ പരിപാടികൾ നടത്തിയിട്ടും എതിർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ആലോചിച്ചു, എന്താണ് മുജാഹിദ് പ്രസ്ഥാനക്കാരും ജമാഅത്ത് പ്രസ്ഥാനക്കാരും ഒന്നും ഒരു പരിധി വരെ അവർ എതിർക്കുന്നു, മറ്റേ ഗ്രൂപ്പ് എന്താണ് എതിർക്കാത്തതെന്ന് ഞാൻ അന്വേഷിച്ചു. അവസാനം എനിക്ക് പിടികിട്ടി. വേങ്ങരയിൽ ഇവരൊരു പള്ളിയുണ്ട്, അവിടുത്തെ മുടി ഇത്രേ ഉള്ളൂ. ഇവിടെ ഷേഖ് കാണിച്ച മുടി ഇത്ര ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഇത്ര വലിപ്പോ. ഇവർക്ക് ഉണ്ടായപ്പോൾ അവർക്ക് വരുമാനം കുറഞ്ഞു. അത് കാരണമാണ് അവർ എതിർത്തത് എന്നാണ് പറഞ്ഞത്. ഈ മുടിയുടെ പ്രശ്നത്തിൽ ഇസ്ലാമിലോ എന്ന് നഖത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖത്തിലോ മുടിയിലോ പിൽക്കാലത്ത് സഹാബത്തിന് ഇത് സൂക്ഷിച്ചോളി, ഇത് നിങ്ങൾക്ക് രക്ഷയായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വളരെ ആത്മാർത്ഥമായി വിഷയം പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ചോദിച്ച ഒരു ദീനി അന്വേഷിയുടെ ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. വളരെ വിശദമായി മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ എല്ലാ കാലത്തും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാവരും ഇരുന്നോളി. 1-2 ആളുകൾക്ക് ഈ പരിപാടി നടക്കാതാക്കാൻ ആഗ്രഹമുണ്ട്. നാം അതിനൊരിക്കലും കൂട്ടിക്കാൻ പാടില്ല. വളരെ മാന്യമായി ദീനിയായ മജ്‌ലിസ്. എല്ലാവരും ഇരിക്കാം, ആരും നിൽക്കണ്ട. ഓക്കെ, എല്ലാവരും ഇരുന്നോളി. നിശ്ചയിക്കപ്പെട്ട വളണ്ടിയേഴ്സ് മാത്രം മതി, ബാക്കി എല്ലാവരും ഇരുന്നോളി. ഇത് അള്ളാഹിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന വേദിയാണ്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വേദിയാണ്. ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് നമുക്കിത് പ്രതിഫലമായി തിരിച്ച് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് ആ നിലക്ക് നാം ഇതിനെ കാണേണ്ടതുണ്ട്. അത് വിരുദ്ധമായി ശൈത്താനെ സഹായിക്കുന്ന നിലപാട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. വളരെ മാന്യമായി ഒരുപാട് മുസ്ലിയാക്കന്മാർ ഇവിടെ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അവസരം കൊടുക്കുകയും വേണം. അതുകൊണ്ട് ആ നിലയ്ക്ക് ദീനിയായ ചർച്ചയായി നാം ഇതിനെ കാണുക. ആർക്കും പ്രത്യേകിച്ച് വാശിയോ വിദ്വേഷമോ ഒന്നും ആവശ്യമില്ല. വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരട്ടെ. എന്നിട്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുരച്ച് ഏതാണോ ശരി ആ ശരി നമുക്ക് സ്വീകരിക്കാം. ആരുടെ പക്കലാണോ അബദ്ധമുള്ളത് ആ അബദ്ധം നമുക്ക് തിരുത്താം. ഇത്രയും കാലം നമ്മൾ സ്വീകരിച്ച ഒരു വിഷയം തെറ്റാണ് എന്ന് പ്രമാണബദ്ധമായി ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് തിരുത്തി ശരിയിലേക്ക് പോകാം. അല്ലാത്തവരുടെ ഭാഗത്ത് തെറ്റാന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്കും ആ വഴി സ്വീകരിക്കാം. അവർ നല്ല മനസ്സോടുകൂടി വളരെ മാന്യമായി നടക്കേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ തവണയും നാം ഏകദേശം 10 മണി 10:15 മണി വരെ വളരെ മാന്യമായി ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്നും ഇൻഷാ അല്ലാഹ് ആ നിലയ്ക്ക് തന്നെ നമുക്ക് അനുവദിക്കപ്പെടുന്ന പരമാവധി സമയം നാം ഇതിനെ വിനിയോഗിക്കേണ്ടതുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും മുടിയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഗേറ്റിങ്ങിലൊക്കെ ഇരുന്നോളി. ഗേറ്റിങ്ങിൽ ആൾക്ക് ഈ പരിപാടി നടക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഇരിക്കുക. ഈ പരിപാടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇരിക്കുക. അവിടെ ഗേറ്റിൽ നിൽക്കുന്ന എല്ലാവരും എല്ലാവരും ഇരിക്കുക. എന്തിനാ എല്ലാവരും ഇരിക്കുക? ഒരു 1-2 ആളുകൾ ഇത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഫീസും പറഞ്ഞ് വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ അവനെ സഹായിക്കുന്നത്? ഓല വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഒരിക്കൽ ഫീസാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ എത്ര രൂപ, ഉപചോദ്യം ചോദിച്ചാൽ ഇത്ര രൂപ, 2 ചോദ്യം ചോദിച്ചാൽ ഇത്ര രൂപ, കൃത്യമായ കണക്കുണ്ട്. കലക്കിയ ചാർജ് വേറെ. അങ്ങനെ ഓരോന്നിനും ചാർജ് പറഞ്ഞ് ഫീസ് ഉറപ്പിച്ച് അഡ്വാൻസും വാങ്ങിയിട്ട് വന്ന മനുഷ്യന്മാരാണ് ഈ വരുന്ന പല ആളുകളും. അതുകൊണ്ട്
അവരുടെ ആ താല്പര്യത്തിന് നമ്മൾ ഒരിക്കലും വശംബദരാകാതിരിക്കുക. ഈ പ്രോഗ്രാം മാന്യമായി നടക്കട്ടെ, അതിന് സഹകരിക്കാൻ ഇൻഷാ അല്ലാഹ് മജീദും ഇന്നല്ലെങ്കിൽ നാളെ മുജാഹിദായി വരും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഏതായിരുന്നാലും മുടിയുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു മുടിയുമായി വരുന്നതിന് മുമ്പും ശേഷവും വളരെ കൃത്യമായി പ്രമാണബദ്ധമായി ഇതിന് നിലപാട് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പം മുടി വന്നപ്പോൾ മാത്രമല്ല, അതിനു മുമ്പേ തന്നെ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണോ രേഖയായി ഇസ്ലാമിന്റെ നയമായി രേഖപ്പെടുത്തി വെച്ചത് ആ നയം അംഗീകരിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. നമ്മുടെ നാട്ടിൽ കെ വിഭാഗം സുന്നികൾ ആദ്യം ഒരു മുടിയുമായി വന്നു. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടിമുക്കിയ വെള്ളം എന്ന് പറഞ്ഞ്, മുടിയല്ല, മുടിമുക്കിയ വെള്ളം കൊണ്ടുവന്ന് അത് വിറ്റ് കാശാക്കാൻ തുടങ്ങിയപ്പോൾ ആ ക്ലിപ്പ് നാട് നീളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന്റെ ശരിയായ ഇസ്ലാമിന്റെ മാനം എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ മുമ്പിൽ വന്നവർ മുജാഹിദ് പ്രസ്ഥാനം തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് 2007 അതിന്റെ ഓർമ്മ, കാന്തപുരം മുസ്ലിയാർ ആദ്യമായി ഒരു മുടിയുമായി വരുന്നത്. പക്ഷെ അന്ന് അത്ര വലിയൊരു ഒരു പ്രചാരണം അത് നൽകിയില്ലായിരുന്നു. ചെറിയൊരു പബ്ലിസിറ്റി കൊടുത്ത്, സിറാജിൽ എപ്പോഴെങ്കിലും ചെറിയൊരു വാർത്ത കൊടുത്ത് ഇന്ന് തിരുകേശ പ്രദർശനമുണ്ട് എന്ന് പരസ്യപ്പെടുത്തുമെന്നല്ലാതെ അതിനപ്പുറത്ത് അതൊരു വലിയ ഹോൾസെയിൽ വ്യാപാരത്തിന്റെ മുതൽ മുടക്കായി മാറ്റിയിരുന്നില്ല. പക്ഷെ അന്നും അതിന് ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു പുതിയ മുടി കൂടി ബോംബെയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ജാലിയൻവാല എന്ന് പറയുന്ന ബോംബെയിലെ ചോർ ബസാറിൽ ജീവിക്കുന്ന ഒരു ചങ്ങാതിയിൽ നിന്ന് ഈ മുടിയുമായി വരികയും അത് ഒരു വലിയ ഒരു ബിസിനസ്സായി തന്നെ സമൂഹത്തിൽ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഒന്നുകൂടി ആ ദൗത്യം നിർവഹിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തന്നെയാണ് ആദ്യം രംഗത്തിറങ്ങിയത്. അന്ന് ഔദ്യോഗിക ഭാഗം സമസ്തക്കാർ ഒന്ന് മടിച്ചു നിന്നു. അവർ പറഞ്ഞു ഉറപ്പുവരുത്തട്ടെ, ഒന്ന് അന്വേഷിക്കട്ടെ, നബിയുടേതാണോ അല്ലേ, സനദ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞവർ ആദ്യം സനദ് ചോദിക്കാനാണ് തുനിഞ്ഞത്. ഞങ്ങൾ അന്നേ പറഞ്ഞു സനദ് ചോദിക്കേണ്ട കാര്യമില്ല. ഒന്ന് കാന്തപുരമാണ് കൊണ്ടുവന്നത്, അയാൾക്ക് തന്നെ സനദില്ല, അതുകൊണ്ട് അയാൾ സനദ് വായിച്ചിട്ടും കാര്യമില്ല. ഇനി ആരെന്ത് സനദുമായി വന്നാലും ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാവുന്ന ഒരു മുടി സ്വീകാര്യയോഗ്യമായ വഴി സ്ഥിരപ്പെട്ടത് ലോകത്തെവിടെയുമില്ല. അതുകൊണ്ട് സനദ് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുകയും, എന്നാൽ പ്രവാചകരുടെ മുടിക്ക്, പ്രവാചകരുടെ വിയർപ്പിന്, പ്രവാചകരുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾക്ക് ഉണ്ടെന്ന് പ്രമാണം പരിചയപ്പെടുത്തിയ എന്തെല്ലാം സവിശേഷതയുണ്ടോ ആ സവിശേഷതയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. സ്വഹാബിമാർ തിരുശേഷിപ്പുകളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് അതെല്ലാം ന്യായമാണ്, അതെല്ലാം ശരിയാണ്, ഒരഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല. പക്ഷേ ഇന്നത് പറഞ്ഞിട്ട് എന്തു കാര്യം? ഇന്ന് കിട്ടാനില്ലല്ലോ. പ്രവാചകരുടെ മുടിയോ പ്രവാചകരുടെ മറ്റു ശേഷിപ്പുകളോ ഇന്നൊരിക്കലും ലഭ്യമല്ല. പക്ഷെ ലോകത്ത് പലയിടത്തും ആ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. ഈജിപ്തിലുണ്ട്, അതേപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ പല സ്ഥലത്തും നബിയുടെ മുടി എന്ന് പറഞ്ഞ് ആ മുടിയുമായി വരുന്നവരുണ്ട്. UAE-യിലുണ്ട്. നബിയുടെ മുടി മാത്രമല്ല, ഇയാൾക്കിത് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു മ്യൂസിയം സൂക്ഷിക്കുന്ന ഹസ്രജ എന്ന ഒരാള്, അയാളുടെ മ്യൂസിയം നെറ്റിക്കേലടിച്ച് കാണാൻ കഴിയും. അതിൽ കാണാം പ്രവാചകന്റെ മുടിയുണ്ട്, പ്രവാചകന്റെ താടിയുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ താടിയുണ്ട്, ആയിഷ ബീവിയുടെ കുപ്പായമുണ്ട്, അതേപോലെ ഫാത്തിമ ബീവിയുടെ ചെരുപ്പുണ്ട്. അതെല്ലാം ഇയാളുടെ വശം UAE-യിലുണ്ട്. ഇപ്പൊ അവസാനം ഖാലിദ് ഇബ്നു വലീദിന്റെ കുപ്പായവും മർക്കസിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്നു. അതേപോലെ പൊടി കൊണ്ടുവന്നു, പിന്നെ പാത്രം കൊണ്ടുവന്നു, ഇങ്ങനെ പലതും കൊണ്ടുവന്ന് അതെല്ലാം വെള്ളത്തിൽ മുക്കി വെള്ളം കുപ്പിയിലാക്കി അത് കൊടുത്ത് മനുഷ്യന്മാരെ കുപ്പിയിലാക്കുന്ന ഒരു ഏർപ്പാട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് പ്രമാണവുമായി ബന്ധമില്ല എന്ന നയം മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞ പോലെ രണ്ട് ബിസിനസ്സുകാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിൽ അല്ലാത്തവരും അതിന്റെ പിന്നാലെ വന്നു എന്നതാണ് വസ്തുത. അല്ലാഹു അഅലം. ഏതായാലും സഹോദരന് രണ്ടാമത്തെ ചോദ്യം ഉണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇവിടുന്ന് പിന്നെ വർത്താനം ഉണ്ടാക്കി പോയ സുന്നികളെ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. അതായത് മുജാഹിദില് മറ്റേ കൂട്ടുപ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ട്. അതിനൊരു തെളിവായിട്ട്, ചെറിയൊരു തെളിവായിട്ട് എൻ്റെ മനസ്സിൽ ഉത്ഭവിച്ചത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. ഞങ്ങൾ പറഞ്ഞാൽ ഒന്നിൽ ഒരു കൂടുതൽ ആൾക്കാരാണ്. അപ്പൊ റബ്ബന അത് അള്ളാഹിന്റെ 5 വക്ത് നമസ്കാരത്തിലും നമ്മൾ പറയപ്പെടുന്ന ഒരു അള്ളാഹുവിനെ ഖബറിൽ നമുക്ക് ശാന്തമാക്കി തായോ.
പരലോകത്ത് നമുക്ക് സൗഖ്യം തായോ. ഇതാണ് അതിന്റെ ഡീറ്റെയിൽ. അപ്പൊ അത് ഖുർആനിൽ പല ഭാഗത്തും റബ്ബന ഇന്ന ആതൈന റബ്ബന ഇന്ന അൻഫുല്ലന പല ഭാഗങ്ങളും വരാം റബ്ബന എന്നുള്ള ചോദ്യം. അപ്പൊ അത് കൂട്ടുപ്രാർത്ഥന അല്ലെന്ന് ചോദിക്കല്ലേ? കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഉത്തരവാദിത്വം അല്ലെങ്കിൽ റബ്ബി എന്നല്ലേ പറയുള്ളൂ. നമ്മൾ റബ്ബനാണെന്നല്ലേ റബ്ബനാണ് കൂട്ടുപ്രാർത്ഥന. അല്ലെങ്കിൽ അതിന്റെ പുറമെ ചെയ്തിൽ ജുമയ്ക്ക് രണ്ടാമത്തെ കുത്തുബയിൽ എല്ലാം ദുആ ചെയ്യുന്നുണ്ടല്ലോ റബ്ബന എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും മുജാഹിദുകൾ ദുആ ചെയ്യുന്നില്ല. ജുമയുടെ രണ്ടാമത്തെ കുത്തുബയിൽ മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. ഇത് ഒരു ചോദ്യം മനസ്സിലായി. അപ്പൊ കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് മുജാഹിദുകൾ പറയുന്നു. എന്നാൽ ഖുർആനിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, റബ്ബന ഇന്നനാ സമീനാ മുനാദിയൻ തുടങ്ങി ഒരുപാട് പ്രാർത്ഥന ഖുർആനിലുണ്ടല്ലോ. ഖുതുബയിലും രണ്ടാം ഖുതുബയിൽ ദുആ ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു? സഹോദരൻ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. എന്തുകൊണ്ട്? ഈ പറയപ്പെട്ടതൊക്കെ അതേ തെളിവാണ്. മുജാഹിദുകളുടെ പള്ളിയിലും വെള്ളിയാഴ്ച വന്നാൽ ഖുത്ബയിൽ ഇതേപോലെ കൂട്ടുപ്രാർത്ഥന കാണാം. ഇനി അതിന് മുജാഹിദ് പള്ളിക്ക് വരണം എന്നില്ല. ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ മുതൽ ഞാനടക്കം തുടങ്ങിയപ്പോൾ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടാണ് തുടങ്ങിയത്. എൻ്റെ സംസാരം ആരംഭിച്ചത് കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. മജീദിന് വേണ്ടി ഞാൻ ദുആയിരുന്നു, നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. അതേപോലെ ലത്തീഫ് സുല്ലമി സംസാരിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, നമ്മളൊക്കെ ആമീൻ പറഞ്ഞു. മൂസ സലാഹി തൻ്റെ പ്രസംഗത്തിൽ പ്രാർത്ഥിച്ചു, ആദ്യവും അവസാനം പ്രാർത്ഥിച്ചു, നമ്മളെല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പം പിന്നെ കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് ഏതായാലും മുജാഹിദ് പ്രസ്ഥാനത്തിന് വാദമില്ല, അത് വ്യക്തമാണ്. അതിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടമായി പ്രാർത്ഥിക്കുന്നു, കൂട്ടമായി ആമീൻ പറയുന്നു. പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? നമസ്കാര ശേഷം നമ്മുടെ നാടുകളിൽ കാണുന്ന പ്രത്യേകമായ രൂപത്തിലുള്ള കൂട്ടുപ്രാർത്ഥന, അതിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം വിമർശിച്ചിട്ടുള്ളത്. അത് എന്നും വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിമർശിക്കുന്നു, ഇൻഷാ അല്ലാഹ് ഇനിയും അത് വിമർശിക്കുകയും ചെയ്യും. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു പ്രത്യേകമായ കൂട്ടുപ്രാർത്ഥന, ഇമാമിങ്ങൾ പ്രാർത്ഥിക്കുന്നു, മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു. ഈ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിൽ നമുക്ക് യാതൊരു തെളിവും ഇല്ലാത്തതാണ്. അല്ലാത്തതിന് തെളിവുണ്ട്. നബി തങ്ങൾ മിമ്പർ വെച്ച് ദുആ ചെയ്ത തെളിവുണ്ട്. നബി തങ്ങൾ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ദുആ ചെയ്ത തെളിവുണ്ട്. നബി തങ്ങൾ അത്തരം പല സന്ദർഭങ്ങളായി പ്രാർത്ഥിച്ച് സ്വഹാബിമാർ ആമീൻ പറഞ്ഞത് തെളിവുണ്ട്. എന്നാൽ നമസ്കാര ശേഷം നമ്മുടെ നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ കൂട്ടുപ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 10 കൊല്ലത്തിലേറെ ഇമാമായി നമസ്കരിച്ചിട്ട് ആ വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഫർള് നമസ്കാരം കഴിഞ്ഞ് മഅ്മൂമിങ്ങൾക്കുള്ള തിരിഞ്ഞിരുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു, മഅ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞു എന്ന ഒരു രീതി നമുക്ക് കാണുക സാധ്യമല്ല. ഇനി ശേഷം അഹ്ലുസുന്നയുടെ നയം വിശദീകരിച്ച പണ്ഡിതന്മാർ, ആദ്യകാലക്കാരായ പണ്ഡിതന്മാർ ആരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആ നിലക്കുള്ള മാതൃക പരിചയപ്പെടുത്തിയിട്ടുമില്ല. ഷാഫി മദ്ഹബുകാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും ഇമാം ഷാഫിയുടെ അധ്യാപനങ്ങളിലോ അതല്ലെങ്കിൽ തൊട്ട് ശേഷം വന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലോ നമുക്ക് അത്തരമൊരു രീതി കാണാനും സാധ്യമല്ല. ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറ്റുമെന്ന് പറഞ്ഞവർ തന്നെയും അവർ പറഞ്ഞത് പിന്നിലുള്ള മഅ്മൂമീങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞുവെന്നല്ലാതെ ഒരു പൊതുവായ ഒരു സ്ഥിരമായ സുന്നത്തായി അവരാരും അതിനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന പാടില്ല എന്നല്ല, ഫർള് നമസ്കാര ശേഷമുള്ള നമ്മുടെ നാട്ടിൽ ഇന്ന് കാണപ്പെടുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു ദുആ, ആ രീതിക്ക് തെളിവില്ല, സുന്നത്തിൽ അതിന് പിൻബലമില്ല, അതുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് പറയുന്നു എന്ന് മാത്രം. മാത്രവുമല്ല, കൂട്ടുപ്രാർത്ഥന എന്ന പേര് തന്നെ യഥാർത്ഥത്തിൽ ഒരു ന്യായമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു, നിങ്ങളെപ്പോലുള്ള പ്രായമുള്ള ആളുകൾക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്, കൂട്ടബാങ്ക്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായപ്പോൾ കണ്ടിരുന്നു, ഇപ്പം കാണുന്നില്ല. കൂട്ടബാങ്ക് എന്താ? എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കല, എല്ലാവരും ബാങ്ക് വിളിക്കുക. ഒരാൾ ബാങ്ക് കൊടുത്ത അവസാനം എല്ലാവരും കൂടി പ്രാർത്ഥിക്കതല്ല, എല്ലാവരും ബാങ്ക് വിളിക്കുക, അതായത് കൂട്ടബാങ്ക്. അപ്പം കൂട്ടപ്രാർത്ഥനയോ കൂട്ടമായി പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു, അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന പേര് തന്നെ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമാണ്. അതിന് പിന്നെ ചില മുസ്ലിയാക്കന്മാർ ഒപ്പിച്ചു, ആമീനും പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ട് ഇതും ദുആയി കൂട്ടാം, അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന വാക്ക് പ്രയോഗിച്ച തെറ്റില്ല എന്ന് ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ നിലക്കാണെങ്കിൽ ഓക്കെ. ഏതായിരുന്നാലും അത്ര ഒരു മാതൃക പ്രവാചകനിൽ നമുക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യാവതല്ല. അല്ലാഹു അഅലം.